ഒരു രീതിയിലുള്ള ഒരു UK വേറെ ബോട്ട്സും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഒരു മലയാളി ചെല്ലുകയാണ് UK യിലേക്ക്, അയാൾക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താ? സെറ്റ് യുവർ മൈൻഡ് ടു ടേക്ക് എ റിസ്ക്. there you can build your dreams. ആ ഒരു ഒറ്റ വേർഡ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ റിസ്കുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരം റിസ്കുകളാ വരിക? എല്ലാ റിസ്ക്കും വരും. ഹോസ്പിറ്റാലിറ്റി ഏത് ബിസിനസ് ആണെങ്കിലും നമ്പർ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആർ ദർ. ഇപ്പം തുടങ്ങിയ day 1 തൊട്ട് ഇൻകം വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പം ഒരു ബിസിനസ് അതിന്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടി ടേക്ക് 3 months 6 months മേ ബി 1 year. ആ 1 year പിടിച്ചു നിൽക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമുക്കൊരു ബിസിനസ്സിൽ സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ day 1 തൊട്ട് എനിക്ക് ഇൻകം കിട്ടണം എന്നുള്ള മെന്റാലിറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ യു ഫിനിഷ്ഡ്. യു ആർ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്. ഇൻ ദാറ്റ് മൈൻഡ് പീപ്പിൾ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്. ഒരു എംപ്ലോയി ആയിട്ട് നിന്നിട്ടേ പിന്നെ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ഇപ്പോൾ കാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഹിക്കിളിൽ ഈ വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ എന്താ ആ ഒരു ഫീലിംഗ്? ഞാൻ മുമ്പ് കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു എവറി 6 months എങ്കിലും ഞാൻ സ്വനാജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ UK യിലുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. ഞാൻ റീസെന്റ് എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിൽ ഞങ്ങൾ പോയി. കെയർ ഹോമിന്റെ ഫ്രണ്ടിൽ പോയി ഞാൻ പഴയ സ്റ്റാഫിനെ കണ്ടു. ദേ ആർ സ്റ്റിൽ ഇൻ ദ സെയിം പൊസിഷൻ. അപ്പൊ ഞാൻ അവിടുന്ന് സ്കെയിലപ്പ് ആയത് വളരെ വലുത്. അപ്പം അത് കാണുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ അവിടെ വർക്ക് ചെയ്തത് 6 to 7 days മോർണിംഗ് 9 to 11 വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പം ആ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് വന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാ. അപ്പൊ അന്ന് എന്റെ ഹസ്ബൻഡ് കൂടി ഇരുന്ന ഷെഫൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ബട്ട് വി ഹാവ് സ്കെയിൽഡ് അപ്പ് ലോട്ട്സ്. ആ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ വളരെ, ഞങ്ങളുടെ അപ്പിയറൻസിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്താൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ഫാക്ടർ തന്നെയാണ്. ഞങ്ങളുടെ സറൗണ്ടിലുള്ള ആൾക്കാർ സ്റ്റിൽ they are going the same 9 to 5 job പോകുന്നു, സെയിം കാർ, സെയിം സിറ്റുവേഷൻ. ബട്ട് വി ഹാവ് മെയ്ഡ് ലോട്ട്സ് ഓഫ് ചേഞ്ചസ്. ഞങ്ങളൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യാനും ഞങ്ങൾക്ക് അതിന് സെയിം ടൈം സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വി ഹാവ് ഡൺ. ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള ഒരു സിനിമയുണ്ട് ശ്രീനിവാസൻ. അതിൽ അദ്ദേഹത്തിനോട് ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഭാര്യ എന്താണ് ബിസിനസ് നടത്തി പഠിച്ചതെന്ന്. അപ്പോൾ പറയുന്നത് ഞാൻ ഒരുപാട് മനുഷ്യരെ പഠിക്കാൻ പറ്റി എന്നാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും ബിസിനസ് നടത്തുന്നത് വഴി ഇപ്പോൾ ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയുടെ ഒക്കെ അപ്പുറത്ത് ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റി, കുറെ ആളുകളെ പഠിക്കാൻ പറ്റി, മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ പറ്റി, അങ്ങനെ ഒരു പാഠം കൂടി ഉണ്ടോ? എന്തായാലും ഒരുപാട് ആൾക്കാരെയും പല രീതിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. നമ്മൾ വിചാരിക്കും ദേ ആർ വെരി ഗുഡ് പീപ്പിൾ, നമുക്ക് എന്തായാലും കറക്റ്റായി ചെയ്ത് കിട്ടും എന്നൊക്കെ. പക്ഷെ അതല്ല, പറയുന്നതല്ലായിരിക്കും അവരുടെ ഔട്ട്പുട്ടിൽ വരുന്നത്. എന്തോ ഒരു പേപ്പർ വർക്ക്സ് ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്തായിരുന്നു. എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പക്ഷെ അതൊന്നും വർക്കിലില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം ഞങ്ങളുടെ ഇനീഷ്യൽ ടൈമിൽ കുറെ ഫണ്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെയും ലോസ് ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആ നോളജ് ഞങ്ങൾ ഗെയിൻ ചെയ്തത്, ആ മിസ്റ്റേക്ക് പറ്റിപ്പോയതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇന്ന് ആ ഒരു പ്രശ്നത്തിൽ ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ആപ്ലിക്കേഷനിലാണെങ്കിൽ ഞങ്ങൾ പല സോളിസിറ്റേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ വിസ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കമ്പനിയിൽ സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തിട്ട് ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ ബ്രാഞ്ച് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത്. പല സോളിസിറ്റേഴ്സിനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പലതവണ റെഫ്യൂസൽസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോം ഓഫീസിൽ നിന്ന്. അവിടെ 1000, 2000 പൗണ്ട് 3000 പൗണ്ടൊക്കെ സോളിസിറ്റേഴ്സിന് കൊടുത്താൽ അത് നാട്ടിൽ ഏകദേശം 2-3 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ദേ ആർ നോട്ട് ഡൂയിങ് ദർ 100%. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഇരുന്ന് പല കാര്യങ്ങളും പല വെബ്സൈറ്റുകളും ChatGPTയിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇവിടുന്ന് റെഫർ ചെയ്ത് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഇന്ന് തൊട്ട് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഫയൽ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ പോലും ഞങ്ങൾക്ക് ഫെയിൽ ആയിട്ടില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും ഞങ്ങൾ ഈ UK യിൽ നിന്ന് ഞങ്ങൾ ഗെയിൻ ചെയ്ത നോളജുകളാണ്. പല ആൾക്കാരെ മീറ്റ് ചെയ്തു, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, പല നോളജസും ഞങ്ങൾ ഗെയിൻ ചെയ്തു. അപ്പം ഡെഫിനറ്റ്ലി ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ബിസിനസ്സിലൂടെ ഞാൻ പല മനുഷ്യന്മാരെ, പല വെറൈറ്റി ആൾക്കാരെ കണ്ടു. ഈ പുറമോടിയൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഉള്ളിലധികം സ്കില്ലൊന്നും ഇല്ലാതെ വളരെ സ്കിൽഡാണെന്ന് കാണിക്കുന്ന ആളുകളും ഉണ്ട്. ഞാൻ അതുപോലെയുള്ള പല സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര എൻ്റെ ടൈം വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ വരുമ്പം വെരി ഗുഡ്, CV is very good, behaving very well, but when they comes into the work, zero. ഒന്നുമില്ല, ഒരു ഹാർഡ് വർക്കോ ഒരു പാഷനോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ വരുമ്പം വളരെ നന്നായിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മളെപ്പോഴും സാലറി കൊടുക്കണമല്ലോ. അവിടെ എൻ്റെ സാലറി, എൻ്റെ ടൈം, ഞാൻ കൊടുത്ത ട്രെയിനിങ് എല്ലാം വേസ്റ്റ് ആയിട്ടുണ്ട്. പാഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഞാൻ പാഷൻ ഡിഫൈൻ ചെയ്യുന്നത് ബൈ സീയിങ് വൺ പേഴ്സൺ ഒരു 1 or 2 hours അവർ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദിസ് പേഴ്സൺ ഈസ് പാഷനേറ്റ് ടു ദിസ് വർക്ക് ഓർ നോട്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പല ഷെഫുകളെ ആണെങ്കിൽ പോലും
ഐ ക്യാൻ സീ ദാറ്റ് ദേ ആർ വെരി പാഷനേറ്റ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ്. അല്ലാണ്ട് പല ആൾക്കാരുണ്ട്, എൻ്റെ അവേഴ്സ് ഇത്രയാണ്, ഞാൻ ഇത്ര ജോലി ചെയ്യുക, ഈ സാലറി മേടിക്കുക, വീട്ടിൽ പോവുക, അതിനപ്പുറം എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനപ്പുറം പല മനുഷ്യന്മാരും ഉണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ബിസിനസ് ഒരു ഗ്രോത്തിലേക്ക് എത്തേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്, എൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പോകുമെന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരുമുണ്ട്. അങ്ങനെയാണ് ഞാൻ പാഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ടൈം ലിമിറ്റുകൾ ഇല്ലാതെ നമ്മളെ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ ദോ അവർ കൊണ്ടുവരുന്ന ഐഡിയ ചെറുതാണെങ്കിൽ പോലും ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ദ ബിസിനസ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പാഷനായിട്ട് ഡിഫൈൻ ചെയ്യുള്ളൂ. UK ഒരുപാട് മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് UK ഇപ്പോൾ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മലയാളികളുടെ ഇടയിൽ അവിടുത്തെ ആളുകളുടെ ഇടയിലുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാ അതിനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനത്തെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ റീസെന്റ് ഇപ്പൊ 1-2 പേര് വന്നായിരുന്നു. അപ്പം അത് UK പോലും ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് നല്ലൊരു, ഞങ്ങളുടെ ബിസിനസ് നല്ലൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വ്ളോഗേഴ്സ്, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് UK ബട്ട് ദേ ആർ ഡൂയിങ് വെരി ഗുഡ്. അവരൊക്കെ അവരുടെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടിയാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത്. ബട്ട് ദേ ആർ ഡൂയിങ് വെരി ഗ്രേറ്റ്. അത് ഇതുപോലുള്ള ഒരുപാട് ബിസിനസ്സുകൾക്കും, എൻ്റെ മാത്രമല്ല മറ്റൊരുപാട് മലയാളികളും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിലൊരു വിസിബിലിറ്റി, നല്ല രീതിയിലുള്ള ഒരു സ്കെയിലപ്പും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രാസ് റൂട്ട് ലെവലിലോട്ടിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ജേർണി എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ എന്തായിരുന്നു സിയയുടെ? ഞങ്ങൾക്ക് ഏറ്റവും ടഫ് കസ്റ്റമർ അപ്രോച്ചും. നമുക്കിപ്പം ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഇനീഷ്യൽ നമുക്കൊരു റിവ്യൂ കിട്ടിയാലാണ് നമ്മൾ മേളിലേക്ക് വരുള്ളൂ. കാരണം ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ആൾക്കാർ ആദ്യം ചെക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂസാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് റിവ്യൂസ് കംപ്ലീറ്റ്ലി എടുത്തു, ഗൂഗിൾ റിവ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ഗൂഗിൾ റിവ്യൂ, ഫേസ്ബുക്ക് റിവ്യൂ ഒക്കെ എടുത്ത് നോക്കും. അപ്പോൾ അല്ലെങ്കിൽ അവരൊരു ബർത്ത്ഡേ പാർട്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഇവർ നോക്കും. അങ്ങനെ ഒരു റിവ്യൂ ഞങ്ങൾക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എനിക്കൊരു ചില സമയത്ത് എൻ്റെ ഇൻട്രാക്ഷൻ അത്ര ഇതായിട്ടില്ലേ, ഇനിയിപ്പം അവരുടെ ഒരു ലാംഗ്വേജുമായിട്ട് എനിക്ക് അത്ര അങ്ങ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ, അല്ലെങ്കിൽ അത്ര രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു. സ്റ്റാഫിനോടും എത്ര പറഞ്ഞിട്ടും വലിയ കാര്യം ഉണ്ടാകുന്നില്ല. ഞങ്ങളപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ തോട്ട് ചെയ്തു, എന്നാൽ പിന്നെ ഒരു ഇൻസെൻറ്റീവ് ആക്കാം. ഒരു വിത്ത് അവരുടെ പേര് വെച്ച് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ സാലറിൻ്റെ കൂടെ എക്സ്ട്രാ 2 പൗണ്ട് എക്സ്ട്രാ കൊടുക്കുമെന്ന്, പെർഫോമൻസ് ബോണസും കൊടുക്കാന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾ ഗ്രൂപ്പിലിട്ടു, ഞങ്ങളുടെ സ്റ്റാഫിന് ഗ്രൂപ്പിലിട്ടു, ഇമെയിൽ അയച്ചു എല്ലാവർക്കും. അങ്ങനെ വന്നപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ദിവസം 2, 3, 4 റിവ്യൂ വെച്ച് കയറാൻ തുടങ്ങി. അപ്പം ആ ചലഞ്ചസിന് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ 2 പൗണ്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയക്ക് മടക്കി അതിനും കൂടുതൽ പൈസ എനിക്ക് മുടക്കേണ്ടി വരും. 2 പൗണ്ട് പെർ റിവ്യൂവിന് കൊടുക്കാൻ തുടങ്ങിയപ്പം സാധനം കുറച്ചുകൂടി മേളിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഞങ്ങൾ ആപ്ലിക്കബിൾ ചെയ്ത് ഞങ്ങൾ ഫേസ് ചെയ്ത വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഓവർകം ചെയ്യാൻ തുടങ്ങി. ഈ UK ആക്സെന്റ് സ്വായത്താക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം പിടിച്ചു എനിക്ക്? അതെനിക്ക് അറിയില്ല. അതെങ്ങനെയോ നമ്മള് ചെല്ലുന്ന സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് മെന്റാലിറ്റിയും പിന്നെ നടുക്കഷ്ണം കഴിക്കണം. അപ്പം നമ്മൾ ചെന്ന സ്ഥലത്ത് നമ്മൾ എന്തായാലും ചെന്ന് പെട്ടു, ഇനി അവിടെ സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ എങ്ങനെയോ വന്നു. അവര് പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവാതിരുന്ന ഇനീഷ്യൽ ഡേയ്സ് ഉണ്ടോ? ഉണ്ട്. എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വിളിക്കുമ്പോൾ എനിക്ക് നേരിട്ട് കുറച്ചുകൂടി ഈസിയാ മനസ്സിലാക്കാൻ. നമ്മൾ ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാണെങ്കിലും വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഫോൺ കോൾസ് വരുന്നതും അഡ്രസ്സ് പറയുന്നതും പേര് പറയുന്നതിലും ഒക്കെ ഞാൻ കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അത് എഴുതിയെടുക്കാൻ ഇപ്പൊ അഡ്രസ്സ് ടൈപ്പ് ഫോൺ കോൾ കൂടി ഞങ്ങൾക്ക് ഓർഡേഴ്സ് വരാറുണ്ട്, വെബ്സൈറ്റ് ത്രൂ അല്ലാണ്ട് പോലും. സ്റ്റിൽ ചില ഓൾഡ് ഏജ് പീപ്പിൾസ്, പല ആൾക്കാരും സ്റ്റിൽ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അത് എഴുതിയെടുത്ത് അത് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ 3-4 തവണ റിപ്പീറ്റ് ചോദിക്കുമ്പോൾ കസ്റ്റമറിന് അത് ഇറിറ്റേറ്റ് ആവും. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് എനിക്ക് പോയിട്ട് വരെയുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് ഓഫ് സ്റ്റാഫിനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫോൺ എടുക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പം പിന്നെയും ഞങ്ങൾ കുറച്ചുകൂടി റെഡി ആയപ്പോഴത്തേക്കും ആ പ്രശ്നവും ഏകദേശം ഞങ്ങളുടെ സോൾവ് ആയി. എല്ലാ ഫ്യൂച്ചർ എൻഡേഴ്സിനും ഒരുപാട് ആശംസകൾ. വലിയ ഇൻസ്പിറേഷനാണ്. കാരണം ഒരു മലയാളിയായിട്ടുള്ള നേഴ്സ് അവിടെ പോയിട്ട് ഒരു സംരംഭകയാവുക എന്ന് പറയുന്നത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ട്രജക്ടറി അല്ലല്ലോ. ഇനിയും അതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കിട്ടട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.